ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ടെൻസിനെ കുറിച്ചായിരുന്നു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ലേ? നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്നൊക്കെ ഓർത്തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊന്നും ഓർത്തിരിക്കണമെന്നില്ല. പക്ഷേ അതിൻ്റെ യൂസേജ് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഓർത്തിരിക്കണം കേട്ടോ. കാരണം എക്സാമിനൊക്കെ നിങ്ങൾക്ക് അത് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു അല്ലേ? പെട്ടെന്ന് നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് അതിനകത്തോട്ട് പോയാലോ. എന്തിനൊക്കെയായിരുന്നു ഉപയോഗിക്കുന്നത്? ഒന്ന് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് അല്ലേ. ഐ വേക്കപ്പ് അറ്റ് 6 o'clock എവരി ഡേ അല്ലേ. നമ്മൾ എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കുന്നു. പിന്നെ ജനറലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് അല്ലേ. ജനറൽ ട്രൂത്ത്സ്, ഫാക്ട്സ് ദറ്റ് ആർ ഓൾവേസ് ട്രൂ. പിന്നെ ഡെയിലി റൊട്ടീൻ അല്ലേ. ആക്ടിവിറ്റീസ് വി ഡു ആസ് പാർട്ട് ഓഫ് അവർ ഡേ. എല്ലാ ദിവസവും ചെയ്യുന്ന ആക്ടിവിറ്റികളെക്കുറിച്ച്. പിന്നെ നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ് അല്ലേ. പിന്നെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിരിക്കുന്ന എന്നാൽ ഫ്യൂച്ചറിൽ നടക്കേണ്ടതായ ചില കാര്യങ്ങൾ അല്ലേ. പ്രീ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു സിമ്പിൾ പ്രസൻസ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ സ്ട്രക്ചർ എന്തായിരുന്നു? ഐ, വി, യു, ദേ, പ്ലൂറൽ നൗൺ പ്ലസ് വെർബ് 1 പ്ലസ് ഒബ്ജക്റ്റ്. അതേ സമയത്ത് ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സിംഗുലർ നൗൺ വന്നിട്ട് ആണെങ്കിൽ വെർബ് 1 തന്നെ, പക്ഷേ അതിനോടൊപ്പം എസ് ഓർ ഇ എസ് ചേർക്കണം. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത്. എല്ലാവരും അത് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റുഡൻസൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് അല്ലേ. നമുക്ക് പോസിറ്റീവ് സെൻറ്റൻസുകൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ അല്ലേ. ഞാൻ എല്ലാ ദിവസവും അത് ചെയ്യും, ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കും അല്ലേ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അതിൻ്റെ നെഗറ്റീവ് സൈഡും കൂടെ നമുക്ക് പറയാനായിട്ട് അല്ല എന്നുള്ളത്, ആണ് എന്ന് അല്ലെങ്കിൽ അല്ല എന്നുള്ളത് അല്ലേ. ആണ് എന്ന് പറയുന്നതാണ് പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പം അല്ല എന്ന് പറയുന്നതാണെങ്കിലോ അവിടെയാണ് നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ യൂസേജ് വരുന്നത് അല്ലെങ്കിൽ നീഡ് വരുന്നത്. അപ്പം നെഗറ്റീവ് സെൻറ്റൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അല്ലേ. സ്ട്രക്ചർ കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ പറഞ്ഞായിരുന്നു. സബ്ജക്റ്റിൻ്റെ സെയിം. ഓക്കെ, ഇപ്പം നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് വരുമ്പോൾ തന്നെ സെയിം സ്ട്രക്ചർ തന്നെ, ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. സബ്ജക്റ്റ് ഐ, വി, യു, ദേ അല്ലെങ്കിൽ പ്ലൂറൽ നൗൺ പ്ലസ് വെർബ് 1 ഒബ്ജക്റ്റ് ആയിരുന്നു അല്ലെ പോസിറ്റീവ് സെൻറ്റൻസിൽ. ഇതിനകത്ത് വരുമ്പോൾ വെർബ് 1ൻ്റെ മുൻപിലായിട്ട് ഡു നോട്ടും കൂടെ ചേർക്കുന്നു. ഓക്കെ, വെർബ് 1ന് മുന്നിൽ ഡു നോട്ട് ചേർക്കുന്നു അല്ലേ. അത്ര മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഹീ, ഷീ, ഇറ്റ് അല്ലെങ്കിൽ സിംഗുലർ നൗൺ വരുമ്പോൾ ഡു നോട്ട് അല്ല, പകരം ഡസ് നോട്ട് ചേർക്കുന്നു. എന്നിട്ട് V1. ഓക്കെ, ഡസ് നോട്ട് ചേർത്തിട്ട് V1 ഉപയോഗിക്കുന്നു. ഓക്കെ, അത്ര മാത്രമേ ഇതിനകത്തുള്ളൂ. ഓക്കെ, നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, പക്ഷേ നമ്മൾ പോസിറ്റീവ് വരുമ്പോഴത്തേക്കിന് V1 ചേർത്തിട്ട് എസ് ഓർ എസ് ചേർക്കാറുണ്ട്. ഇവിടെ പക്ഷേ അതില്ല. ഓക്കെ, അപ്പം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഇപ്പോൾ ഹിയോ, ഷിയോ, ഇറ്റോ അല്ലെങ്കിൽ സിംഗുലർ നൗൺ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഡസ് നോട്ട് ചേർത്ത് വെർബ് 1 ചേർത്ത് പറയുന്നു. അപ്പോൾ എന്താകും? നെഗറ്റീവ് സെൻറ്റൻസ് ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കുന്നത് അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ഇങ്ങനെ പറയും, ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് അല്ലേ. ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് എന്നുള്ളൊരു ശീലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനെന്നും രാവിലെ നേരത്തെ എഴുന്നേൽക്കാറില്ലെന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയണം, ഐ ഡു നോട്ട് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ നേരത്തെ അങ്ങനെ എഴുന്നേൽക്കാറില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് മാറി ഡു നോട്ട് ചേർക്കുമ്പം. ഇപ്പം അവിടെ ഷീ ഗെറ്റ്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എന്നായിരുന്നെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് വരുമ്പോൾ എങ്ങനെ വരും? നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്ത്. ഓക്കെ, ഓൾറെഡി നമ്മൾ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ടല്ലോ, ശരിയാകുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അടുത്ത ഷീ ഡ്രിങ്ക്സ് ടീ എവരി മോർണിംഗ്. അവൾ എല്ലാ രാവിലെകളിലും ചായ കുടിക്കുന്നു. രാവിലെ അവൾ ചായ കുടിക്കുന്ന ശീലമുണ്ട് എന്നാണ് അതിന് അർത്ഥം. പക്ഷേ അത് നെഗറ്റീവിലേക്ക് പറയുമ്പോൾ അവൾക്ക് രാവിലെ അങ്ങനെ ചായ കുടിക്കുന്ന ശീലമില്ല എന്ന് പറയുന്നതിന് പകരം അവൾ എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കാറില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്കിന് അത് നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ? ഷീ ഡസ് നോട്ട് ഡ്രിങ്ക് ടീ എവരി മോർണിംഗ്. ഷീ ഡസ് നോട്ട് ഡ്രിങ്ക് ടീ എവരി മോർണിംഗ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഡസ് നോട്ട് പ്ലസ്
സെയിം വെർബ് വൺ പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത്. ഓക്കെ, അപ്പോൾ അത്രയും മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ പോസിറ്റീവ് സെൻറ്റൻസിനെ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് മാറ്റാൻ പറ്റും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞായിരുന്നു, നമ്മൾ കൂടുതൽ എക്സാമ്പിൾസ് ഇതിനകത്ത് പറയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് പിന്നെ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ട്, അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് എന്താണ് മനസ്സിലാവും. കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ധാരാളം എക്സാമ്പിൾസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വൺസ് അഗെയിൻ താങ്ക് യു. പിന്നെ നിങ്ങളിതൊന്ന് നോട്ടൊന്ന് എഴുതി വെക്കാം, ജസ്റ്റ് സ്ട്രക്ചർ മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അത് എല്ലാവർക്കും നന്ദി.